ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പാണ്. ഇതിന് അരി അരക്കണ്ട, കുതിർക്കേണ്ട ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വെറും 5 മിനിറ്റ് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി, സാധാ അരിപ്പൊടി, നമ്മൾ പച്ചരി പൊടിച്ചെടുത്ത് മില്ലിന്ന് പൊടിച്ചെടുക്കില്ല, ആ അരിപ്പൊടിയാണ് ചേർത്തത്. നൈസ് പത്തിരി ഉണ്ടാക്കുന്ന അരിപ്പൊടി കേട്ടോ. അത് പിന്നെ 1/4 കപ്പ് മൈദ, ഒരു നുള്ളു ഉപ്പും ഏലക്കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായപ്പൊടിൻ്റെ വീഡിയോ ഇതിൽ വന്നിട്ടില്ല, അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക. സോറി കേട്ടോ, അപ്പോൾ അത് ഇല്ലാത്തതിന്. പിന്നെ 2 ടേബിൾ സ്പൂൺ റവയും വറുത്ത റവ അല്ല, സാധാ റവയാണ് ചേർത്തത്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന റവ അതുപോലെ ചേർത്താണ്. അരിപ്പൊടിയും റവയും ഒന്നും വറുത്തതല്ല കേട്ടോ ഞാൻ ചേർത്തത്. നിങ്ങളടുത്ത് വറുത്താണെങ്കിൽ ചേർത്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നമുക്ക് 1 കപ്പ് വെള്ളത്തിലേക്ക് 2 അച്ച് ശർക്കര ഇട്ടിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 2 or 3 അച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ നേരിയ മധുരത്തിലായതുകൊണ്ടാണ് 2 അച്ച് ചേർത്തത്. ഇപ്പോൾ ഞാൻ ഉരുക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1 കപ്പ് തന്നെ ഉരുക്കിയപ്പോഴും വന്നിട്ടുണ്ട്, അല്ലാതെ ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മതി. അത് ശർക്കരയിൽ മെൽട്ടായാൽ മതി. ഇനി നല്ല ചൂടോട് കൂടി തന്നെ ഒരു അരിപ്പ ഈ പൊടിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് ഒഴിച്ചപ്പോൾ വന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നോർമൽ വാട്ടർ ആട്ടോ ചേർത്തത്, ചുടുവെള്ളമൊന്നുമല്ല, നോർമൽ നമ്മൾ ടാപ്പ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുക. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത് കേട്ടോ. അപ്പോൾ വെള്ളം എല്ലാവരും ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകരുത്. എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് തേങ്ങാക്കൊത്ത് നേരിതാക്കിയിട്ട് മുറിച്ചെടുത്ത തേങ്ങാക്കൊത്താണ് ചേർത്തത്. തേങ്ങാക്കൊത്ത് കട്ടി കൂടരുത്, കട്ടി കൂടിക്കഴിഞ്ഞാൽ നെയ്യപ്പം പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് തേങ്ങാക്കൊത്ത് ചേർക്കണ്ട. 1/4 കപ്പ് മുതൽ 2 ടേബിൾ സ്പൂണൊക്കെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു കറക്റ്റ് അളവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവിയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവരുത്, ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ പാനിലാണ് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മളെ നാട്ടിലെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. എനിക്കതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രൈ പാനിൽ ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ല കുഴിഞ്ഞ് നല്ല നെയ്യപ്പാക്കി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ഇതായാലും കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല തന്നെ കിട്ടുന്നുണ്ട്. അപ്പം അതുണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോൾ ഒരു സൈഡായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഞാനിത് ചുട്ടെടുക്കുകയാണ്. കുറച്ചിങ്ങനെ അതിൻ്റെ മാവ് കുറച്ച് ഇങ്ങോട്ട് സൈഡിലേക്ക് വന്നിട്ടുണ്ട്, അതാണ് കേട്ടോ അത്. അതും കുഴപ്പമില്ലാതെ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് കഴിക്കുക. അതും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് അതുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാനിതാ അപ്പം നെയ്യപ്പം ഫുള്ളായിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലാസ്റ്റ് നെയ്യപ്പമായിരുന്നു, ലാസ്റ്റ് വരെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇത് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട്, എണ്ണ പോകാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കോരിയിട്ട് എടുത്ത് കൊടുത്താണ്. ഇനി ഇതാ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതാണോ നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു അളവ് മാവിൽ എനിക്ക് കിട്ടിയത് 11 ഈ സൈസിലുള്ള നെയ്യപ്പാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പ്രീവിയസ് വീഡിയോസ് കാണുക. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ഡിയേഴ്സ്.